സ്വർഗത്തിലേക്ക് മനുഷ്യന്മാരെ എത്തൽ അള്ളാഹുവിന്റെ ഫضല് കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണ്. സ്വർഗത്തിലെ സ്ഥാനങ്ങൾ നിർണയിക്കുന്നത് അവരവര് ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചാണ്. അതാണ് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ എന്ന് പറയുന്നതിന്റെ ഒരു താല്പര്യം. ഇയാളെ ഗംഭീര സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് അള്ളാഹ്ക്കുണ്ട്. അയാൾക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അമലി ഇല്ലതാനും. അങ്ങനെയെങ്കിൽ അള്ളാഹ് എന്താ ചെയ്യുന്നറിയാം? ആ ഉസ്താദിനെ അല്ലെങ്കിൽ ആ ആലിമിനെ, ആ സ്വാലിഹായ മനുഷ്യനെ, ആ സയ്യിദിനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കും. 2 ദിവസത്തേക്ക് മീഡിയക്ക് വിട്ടുകൊടുക്കും. ഉദാഹരണം പറയാം, ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ മഹല്ല് ഗ്രൂപ്പിൽ വിട്ടുകൊടുക്കും. തുടങ്ങി ചർച്ച. ഉസ്താദ് പോയി പോലും അല്ലേ? പോയതല്ല, ഒഴിവാക്കിയതല്ലേ? തുടങ്ങി. ആ ചർച്ചയിൽ 28 ഹാജിക്കമാർ അവരുടെ ഭാഗധേയത്വം തെളിയിച്ചിട്ടുണ്ട്. 308 ഉംറ ചെയ്ത മനുഷ്യന്മാർ ആ ഗ്രൂപ്പിലുണ്ട്. അവരും അതിൽ സജീവമായി ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ടുണ്ട്. തീർന്നിട്ടില്ല. എല്ലാവരും പരമാവധി അതിൽ പങ്കെടുത്തു. ഡയറക്റ്റ് പങ്കെടുക്കാൻ പറ്റാത്ത സ്ത്രീകളില്ലാത്ത ഗ്രൂപ്പായതുകൊണ്ട് സ്ത്രീകൾ അങ്ങനെ ആ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനോട് ഭർത്താവും അത് അങ്ങോട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നാട്ടിലുള്ള 308 വീട്, മഹല്ല് 308 വീടുണ്ട്, അവരെല്ലാവരും അതിൽ പങ്കെടുത്തു. എല്ലാവരും അതിൽ പങ്കെടുത്തു. രാത്രി 12:05 ആയപ്പോൾ ആരോ ചോദിച്ചു, എന്തിനാണ് നല്ല റമദാനൊക്കെ ഫിത്നയും ഫസാദും മറ്റും സമ്മാൻ കളയണത്? എന്നാ പോട്ടെ, നിർത്തിയൊക്കെ വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചർച്ച അവസാനിച്ചു. ഇനി ഞാൻ ഇബാറത്ത് വായിക്കും. ഇദാ അറാദല്ലാഹു തആല അൻ യുർഖിയ അബ്ദൻ മിൻ അബീദിഹി ഇല ദറജാത്തിൽ ഉലാ അല്ലത്തി ലാ യബ്ലൂഹ ബിഅമലി. അയാൾ കർമ്മം ചെയ്തിട്ട് ഏതായാലും ഇത്ര ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കാൻ എന്തായാലും നടക്കൂല. അത്ര കർമ്മമൊന്നും അയാൾക്കില്ല. അയാളാണെങ്കിൽ വലിയ സ്ഥാനത്തേക്ക് എത്തിക്കണമെന്ന് അള്ളാഹ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫറുബ്ബമാ ഖയ്യദ ലഹുൽ അഅദാ, ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കും. മീഡിയയിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ കൊടുക്കും. ഫഅശാഉ അൻഹു ശൈഅൻ മിനർ റദാഇലി ഫീ ബലദിഹി ഔ ഇഖ്ലീമിഹി. അയാളെക്കുറിച്ച് തെറ്റായ കുറെ വർത്തമാനങ്ങൾ നാട്ടുകാർ ഇങ്ങനെ പ്രചരിപ്പിക്കും. അങ്ങനെ പ്രചരിപ്പിച്ച് ഫയൻഖിലുല്ലാഹു തആല അഅമാലഹും അസ്വാലിഹ ഇലാ സ്വഹീഫത്തിഹി. ഈ 308 ആളുടെയും എല്ലാ കർമ്മങ്ങളും ഇയാളുടെ ഏടിലേക്ക് അല്ലാഹു മാറ്റും. ഫയുസ്ബിഹു ഫീ ലൈലത്തിൻ വാഹിദ. ആ ഒറ്റ രാത്രി കൊണ്ട് അയാൾ ആ നാട്ടിലെ ഏറ്റവും വലിയ സൂഫിയാവും. കാരണം 28 ഹജ്ജ്, 308 ഉംറ, പിന്നെ 48 പവൻ സ്വർണം സ്വതക്ക ചെയ്തത് എല്ലാം മൂപ്പരുടെ ഏടിലേക്ക് എത്തും. വഹു അക്സറുന്നാസി അമലൻ മിൻ ഹൈസു ലാ യശ്ഉറുൽ ലദീന വഖഉ ഫീ ഗീബത്തിഹി. അയാൾ നാട്ടുകാരൊന്നും അറിയാതെ വലിയ സൂഫിയായി മാറിയിട്ടുണ്ടാവും. വഹും മാ ദാലിക യظنون അന്നഹും അഹ്സനു ഹാലൻ മിൻഹു. നാട്ടുകാർ വിചാരിക്കുന്നത് മൂപ്പറേക്കാൾ സംഭവം